ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൂച്ചകളെക്കുറിച്ചുള്ള ആദ്യത്തെ 10 അത്ഭുതകരമായ സത്യങ്ങൾ നിങ്ങൾ കണ്ടു. എന്നാൽ അതിലും കൗതുകകരമായ നിരവധി രഹസ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ അസ്ഥികളുണ്ടെന്നറിയാമോ? അല്ലെങ്കിൽ വളരെ ചെറിയ വിടവുകളിലൂടെ പോലും എങ്ങനെ അവ കടന്നു പോകുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭാഗത്തിൽ പൂച്ചകളുടെ ശരീരഘടന, അതിശയകരമായ കഴിവുകൾ, അതുല്യമായ ഇന്ദ്രിയങ്ങൾ, നിങ്ങളെ അമ്പരപ്പിക്കുന്ന ചില അപൂർവ സത്യങ്ങൾ എന്നിവയാണ് അറിയാൻ പോകുന്നത്. ഈ ഫാക്റ്റുകളിൽ ചിലത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ കണ്ടാൽ പൂച്ചകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ഒരുപാട് വർദ്ധിക്കും. സമയം കളയാതെ അടുത്ത 10 അത്ഭുതകരമായ പൂച്ച ഫാക്റ്റുകളിലേക്ക് കടക്കാം. ഫാക്ട് നമ്പർ 11. പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ അസ്ഥികളുണ്ട്. ഒരു പൂച്ചയുടെ ശരീരം ചെറുതാണെങ്കിലും അതിൻ്റെ അസ്ഥികൂടം അത്ഭുതകരമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് സാധാരണയായി 206 അസ്ഥികളാണ് ഉള്ളത്. എന്നാൽ ഒരു പൂച്ചയ്ക്ക് ഏകദേശം 230 അസ്ഥികൾ വരെ ഉണ്ടായിരിക്കും. ഈ അധിക അസ്ഥികളാണ് പൂച്ചയ്ക്ക് അസാധാരണമായ വഴക്കവും ചലനശേഷിയും നൽകുന്നത്. അതുകൊണ്ടാണ് ചെറിയ പെട്ടികളിലും ഇടുങ്ങിയ ഇടങ്ങളിലുമെല്ലാം പൂച്ചകൾ എളുപ്പത്തിൽ കയറുന്നത്. ഓടുമ്പോഴും ചാടുമ്പോഴും ശരീരം വളച്ചൊടിക്കാനും തിരിക്കാനും ഈ അസ്ഥികൾ സഹായിക്കുന്നു. പ്രത്യേകിച്ച് നട്ടെല്ലിലെ അസ്ഥികൾ വളരെ വഴക്കമുള്ളതിനാൽ ഉയരത്തിൽ നിന്ന് ചാടിയാലും ശരീരം വേഗത്തിൽ സന്തുലിതമാക്കാൻ പൂച്ചയ്ക്ക് കഴിയും. വേട്ടയാടുമ്പോഴും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ഈ വഴക്കം വലിയൊരു സഹായമാണ്. അതുകൊണ്ട് തന്നെ പൂച്ചകളെ ലോകത്തിലെ ഏറ്റവും ചടുലവും വഴക്കവുമുള്ളതുമായ ഒന്നായി കണക്കാക്കുന്നു. ചെറുതായ ശരീരത്തിനുള്ളിൽ ഇത്രയും മികച്ച അസ്ഥികൂടം ഒളിഞ്ഞിരിക്കുന്നതാണ് പൂച്ചകളുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന്. ഫാക്ട് നമ്പർ 12. പൂച്ചകൾക്ക് വളരെ ചെറിയ വിടവുകളിലൂടെയും കടന്നുപോകാൻ കഴിയും. പൂച്ചകൾ വളരെ ഇടുങ്ങിയ ഇടങ്ങളിലൂടെ അനായാസം കടന്നുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന് കാരണം അവയുടെ ശരീരഘടനയാണ്. പൂച്ചയുടെ കോളർ ബോൺ മനുഷ്യരുടേതുപോലെ ഉറച്ച രീതിയിൽ ബന്ധിപ്പിച്ചിട്ടില്ല. അതിനാൽ ശരീരം കൂടുതൽ വളയുകയും ചുരുങ്ങുകയും ചെയ്യും. സാധാരണയായി പൂച്ചയുടെ തല കയറുന്ന ഒരു വിടവിലൂടെ ശരീരവും കടക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചെറിയ പെട്ടികളിലും അലമാരകളിലും അവ എളുപ്പത്തിൽ കയറുന്നത്. ഈ കഴിവ് കാട്ടിൽ വേട്ടയാടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നു. എന്നിരുന്നാലും വളരെ ചെറിയ ഇടങ്ങളിലേക്ക് പൂച്ചയെ നിർബന്ധിച്ച് കയറ്റാൻ പാടില്ല. സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രം അത് സ്വയം പര്യവേക്ഷണം ചെയ്യും. ഈ വഴക്കമാണ് പൂച്ചകളെ അതുല്യമാക്കുന്ന ഒരു പ്രധാന സവിശേഷത. ഫാക്ട് നമ്പർ 13. പൂച്ചയുടെ ചെവികൾ സ്വതന്ത്രമായി തിരിയുന്നു. പൂച്ചയുടെ കേൾവിശക്തി അതിശയകരമാണ്. ഓരോ ചെവിയിലും നിരവധി ചെറിയ മസിലുകൾ ഉള്ളതിനാൽ അവയ്ക്ക് ചെവികൾ വ്യത്യസ്ത ദിശയിലേക്ക് തിരിക്കാൻ കഴിയും. ചിലപ്പോൾ ഒരു ചെവി മുന്നിലേക്കും മറ്റേ ചെവി പിന്നിലേക്കും തിരിഞ്ഞിരിക്കുന്നത് കാണാം. ഇതിലൂടെ പല ദിശകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഒരേ സമയം കേൾക്കാൻ സാധിക്കും. എലികളുടെയോ ചെറിയ ജീവികളുടെയോ ശബ്ദം ദൂരെ ഇരുന്ന് പോലും തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. മനുഷ്യർക്ക് കേൾക്കാനാകാത്ത ഉയർന്ന ശബ്ദങ്ങളും പൂച്ചകൾക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവ മികച്ച വേട്ടക്കാരാകുന്നത്. വീട്ടിലെ ചെറിയ ശബ്ദങ്ങൾ പോലും പൂച്ചകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതുകൊണ്ടാണ്. കേൾവിശക്തി പൂച്ചയുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ്. ഫാക്ട് നമ്പർ 14. പൂച്ചകൾക്ക് ചെറിയ വൈബ്രേഷനുകൾ തിരിച്ചറിയാൻ കഴിയും. പൂച്ചകൾ ചുറ്റുപാടുകളിലെ ചെറിയ മാറ്റങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കും. നിലത്ത് ഉണ്ടാകുന്ന നേരിയ വൈബ്രേഷനുകളും അവയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഭൂകമ്പത്തിന് മുമ്പോ വലിയ ശബ്ദങ്ങൾക്ക് മുമ്പോ പൂച്ചകൾ അസ്വസ്ഥരാകുന്നത്. ഇതിനെക്കുറിച്ച് വിവിധ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എല്ലാ സാഹചര്യങ്ങളിലും ഇത് സംഭവിക്കുമെന്ന് ഉറപ്പില്ല. എന്നാൽ പൂച്ചകളുടെ ഇന്ദ്രിയങ്ങൾ മനുഷ്യരെക്കാൾ വളരെ സെൻസിറ്റീവാണ്. അതിനാൽ ചുറ്റുപാടിലെ മാറ്റങ്ങൾ അവ വേഗത്തിൽ തിരിച്ചറിയാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് പൂച്ചകൾ പെട്ടെന്ന് ഓടുകയോ ഒളിക്കുകയോ ചെയ്യും. ഇത് അവരുടെ സ്വാഭാവിക പ്രതിരോധ സ്വഭാവമാണ്. അതിനാൽ പൂച്ചയുടെ അസാധാരണ പെരുമാറ്റം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരുടെ ഇന്ദ്രിയങ്ങൾ ശരിക്കും അത്ഭുതകരമാണ്. ഫാക്ട് നമ്പർ 15. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ചില പൂച്ചകൾ കോടികളുടെ സ്വത്തിന് അവകാശികളാണ്. ലോകത്ത് ചില വളർത്തുപൂച്ചകൾ അവരുടെ ഉടമകളിൽ നിന്ന് വലിയ സ്വത്തുകൾ പാരമ്പര്യമായി നേടിയിട്ടുണ്ട്. ചില സമ്പന്നർ മരണത്തിന് മുമ്പ് സ്വന്തം സമ്പത്തിൻ്റെ ഒരു ഭാഗം പൂച്ചകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അതിനാൽ ചില പൂച്ചകൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വളർത്തുമൃഗങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അവയുടെ പരിപാലനത്തിനായി പ്രത്യേകം ട്രസ്റ്റുകളും രൂപീകരിച്ചിട്ടുണ്ട്. സാധാരണ പൂച്ചകളിൽ നിന്ന് ഇത് വ്യത്യസ്തമായ ഒരു കഥയാണ്. ഇത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യമാണ്. പൂച്ചകളോടുള്ള ചിലരുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഇത് കാണിക്കുന്നു. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഇത്തരം നിയമങ്ങൾ ഒരുപോലെയല്ല. എന്നിരുന്നാലും ഈ കഥകൾ ലോകമെമ്പാടും പ്രശസ്തമാണ്. പൂച്ചകൾ ചിലപ്പോൾ കോടീശ്വരന്മാരെക്കാൾ ഭാഗ്യവാന്മാരാകാറുമുണ്ട്. ഫാക്ട് നമ്പർ 16. പൂച്ചകൾ വിയർക്കുന്നത് പാദങ്ങളിലൂടെയാണ്. മനുഷ്യരെ പോലെ പൂച്ചകൾ ശരീരമാകെ വിയർക്കുന്നില്ല. അവയുടെ പാദങ്ങളിലുള്ള മൃദുവായ പാഡുകളിലൂടെയാണ് ചെറിയ തോതിൽ വിയർപ്പ് പുറത്തുവരുന്നത്. ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ നിലത്ത് ചെറിയ ഈർപ്പമുള്ള പാദപാടുകൾ കാണുന്നത്. പൂച്ചകൾ ശരീരം നക്കുന്നതിലൂടെയും തണുക്കാൻ ശ്രമിക്കും. മതിയായ വെള്ളം നൽകുന്നത് വേനൽക്കാലത്ത് വളരെ പ്രധാനമാണ്. അമിത ചൂട് പൂച്ചകൾക്ക് അപകടകരമാണ്. അതിനാൽ അവയ്ക്ക് തണലും ശുദ്ധജലവും ഉറപ്പാക്കണം. ഈ പ്രത്യേകത പലർക്കും അറിയാത്ത ഒരു രസകരമായ സത്യമാണ്. പൂച്ചയുടെ പാദങ്ങൾ നടക്കാൻ മാത്രമല്ല ശരീര നിയന്ത്രണത്തിനും സഹായിക്കുന്നു. ഫാക്ട് നമ്പർ 17. പൂച്ചയുടെ ഹൃദയം വളരെ വേഗത്തിലാണ് മിടിക്കുന്നത്. ഒരു ആരോഗ്യവാനായ പൂച്ചയുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം 140 മുതൽ 220 തവണ വരെ മിടിക്കും. ഇത് മനുഷ്യരുടെ ഹൃദയമിടിപ്പിനേക്കാൾ വളരെ കൂടുതലാണ്. ഓടുമ്പോഴും കളിക്കുമ്പോഴും ഹൃദയമിടിപ്പ് വീണ്ടും ഉയരും. വിശ്രമിക്കുമ്പോൾ അത് സാധാരണ നിലയിലേക്ക് മടങ്ങും. ശരിയായ ഭക്ഷണവും വ്യായാമവും ഹൃദയാരോഗ്യത്തിന് പ്രധാനമാണ്. അമിതവണ്ണം ഹൃദയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതിനാൽ പൂച്ചയുടെ ആരോഗ്യം ഇടയ്ക്കിടെ പരിശോധിക്കണം. വെറ്ററിനറി ഡോക്ടറുടെ പരിശോധനയും ആവശ്യമാണ്. ആരോഗ്യമുള്ള ഹൃദയം പൂച്ചയുടെ ദീർഘായുസ്സിന് സഹായിക്കുന്നു. അതുകൊണ്ട് പൂച്ചയുടെ ആരോഗ്യ പരിപാലനം വളരെ പ്രധാനമാണ്. ഫാക്ട് നമ്പർ 18.
പൂച്ചകൾക്ക് അതിശക്തമായ മണം തിരിച്ചറിയാൻ കഴിയും. പൂച്ചയുടെ മണം തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യരെക്കാൾ വളരെ മികച്ചതാണ്. പുതിയ ഭക്ഷണം കാണുമ്പോൾ ആദ്യം അത് മണത്ത് പരിശോധിക്കും. പരിചയമില്ലാത്ത ആളുകളെയും വസ്തുക്കളെയും തിരിച്ചറിയാനും മണം സഹായിക്കുന്നു. മറ്റു പൂച്ചകളുമായി ആശയവിനിമയം നടത്താനും ഗന്ധം പ്രധാനമാണ്. അതുകൊണ്ടാണ് പൂച്ചകൾ പല വസ്തുക്കളിലും മുഖം ഉരസുന്നത്. ഇത് അവരുടെ ഗന്ധം അവിടെ വിടാനുള്ള രീതിയാണ്. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും മണം വലിയ പങ്ക് വഹിക്കുന്നു. അസുഖം വന്നാൽ മണം തിരിച്ചറിയുന്ന കഴിവിലും മാറ്റം വരാം. അതിനാൽ പൂച്ചയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുന്നത് പ്രധാനമാണ്. അവയുടെ മൂക്ക് അതിശയകരമായ ഒരു സെൻസറാണ്. ഫാക്ട് നമ്പർ 19. ചില പൂച്ചകൾക്ക് രണ്ട് കണ്ണുകൾക്കും വ്യത്യസ്ത നിറങ്ങളായിരിക്കും. ചില പൂച്ചകളുടെ ഒരു കണ്ണ് നീലയും മറ്റേ കണ്ണ് മഞ്ഞയോ പച്ചയോ ആയിരിക്കും. ഈ അവസ്ഥയെ ഹെറ്ററോക്രോമിയ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു സ്വാഭാവിക ജനിതക പ്രത്യേകതയാണ്. വെളുത്ത രോമമുള്ള പൂച്ചകളിൽ ഇത് കൂടുതൽ കാണപ്പെടാറുണ്ട്. ഈ കണ്ണുകൾ പൂച്ചയ്ക്ക് കൂടുതൽ മനോഹരമായ രൂപം നൽകുന്നു. പലരും ഇത്തരം പൂച്ചകളെ വളരെ അപൂർവമായി കരുതുന്നു. വ്യത്യസ്ത കണ്ണുനിറം ഉണ്ടെന്നത് എല്ലായ്പ്പോഴും രോഗത്തിന്റെ ലക്ഷണമല്ല. എന്നാൽ പെട്ടെന്ന് കണ്ണിന്റെ നിറം മാറുകയാണെങ്കിൽ ഡോക്ടറെ കാണണം. പ്രകൃതിയുടെ മനോഹരമായ ഒരു അത്ഭുതമാണിത്. ഫാക്ട് നമ്പർ 20. പൂച്ചകളും സ്വപ്നം കാണുന്നു. ഉറങ്ങുമ്പോൾ പൂച്ചയുടെ കാലുകൾ ചെറുതായി ചലിക്കുന്നതോ മീശ വിറയുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് സ്വപ്നം കാണുന്നതിന്റെ ലക്ഷണമാകാം. മനുഷ്യരെ പോലെ പൂച്ചകൾക്കും REM സ്ലീപ്പ് എന്ന ഉറക്കഘട്ടം ഉണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. ഈ സമയത്താണ് സ്വപ്നങ്ങൾ കൂടുതലായി കാണുന്നത്. കളിച്ചതോ വേട്ടയാടിയതോ പോലുള്ള അനുഭവങ്ങൾ സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ട്. കുഞ്ഞു പൂച്ചകൾ കൂടുതൽ സ്വപ്നം കാണുമെന്ന് കരുതപ്പെടുന്നു. ഉറങ്ങുന്ന പൂച്ചയെ അനാവശ്യമായി ഉണർത്താതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഉറക്കം പൂച്ചയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. വിശ്രമം അവയെ സന്തോഷത്തോടെയും സജീവമായും നിലനിർത്തുന്നു. അതിനാൽ ഉറങ്ങുന്ന പൂച്ചയെ ശാന്തമായി വിശ്രമിക്കാൻ അനുവദിക്കുക. ഇതായിരുന്നു പൂച്ചകളെക്കുറിച്ചുള്ള 11 മുതൽ 20 വരെയുള്ള അത്ഭുതകരമായ ഫാക്ടുകൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ ഏറ്റവും അമ്പരപ്പിച്ചതോ ഏതാണ്? കമന്റിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. പക്ഷേ ഇതോടെ പൂച്ചകളുടെ രസകരമായ കഥകൾ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ, അതായത് 21 മുതൽ 30 വരെയുള്ള ഫാക്ടുകളിൽ പൂച്ചകളുടെ ബുദ്ധിശക്തി, പെരുമാറ്റം, അപൂർവ കഴിവുകൾ, ലോകമെമ്പാടുമുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തിയ ചില വിചിത്ര സത്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനാൽ അടുത്ത ഭാഗവും തീർച്ചയായും കാണൂ. വീണ്ടും കാണാം മറ്റൊരു കൗതുകകരമായ പൂച്ച ഫാക്ട് വീഡിയോയുമായി. നന്ദി.